എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൽ അട്രാക്ഷനും അവിടെ കാമദേവനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന യുവാക്കളാണെങ്കിലും അതല്ല മാരീഡ് ലൈഫ് ആ ഒരു രീതിയിൽ നമ്മുടെ പാർട്ട്ണർ അല്ലാതെ മറ്റ് ഒരാളിനെ നമ്മുടെ ജീവിതത്തിൽ ഏത് ഒരു കാലഘട്ടത്തിലായാലും കാണുമ്പം അവരുമായിട്ട് നമുക്ക് എന്തോ ഒരു അടുപ്പം തോന്നുകയും സെക്ഷൽ അട്രാക്ഷൻ ഒക്കെ വരുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇവിടെ ഈ പറയുന്നതിൽ നിന്ന് ഡിവൈൻ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ സോൾമേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയെ മാറ്റി നിർത്തണം എന്ന് ഇപ്പോൾ പറയാം. അതിൻ്റെ കാര്യം ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം, പ്രോത്സാഹനം, പോസിറ്റീവ് എനർജി എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രായത്തിലായാലും മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ഇവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല, പുരുഷൻ, സ്ത്രീ അല്ലെങ്കിൽ യുവാക്കൾ ഏത് പ്രായത്തിലുള്ളവരായാലും നമുക്ക് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് അവരോട് എന്തോ ഒരു അടുപ്പം അല്ലെങ്കിൽ എപ്പോഴോ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബിഹേവിയർ പാരാമീറ്റേഴ്സുമായിട്ട് അവർക്ക് മാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുമ്പോൾ അവിടെ കാമദേവൻ എന്ന് പറയുന്ന ആ ഒരു ഗോഡസ് അല്ലെങ്കിൽ ഒരു ഡയറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം അവിടെയുണ്ട്. കാമദേവൻ എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മദേവൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാം പഞ്ചബാണങ്ങളുണ്ട് അല്ലെങ്കിൽ 5 ക്യൂബിഡ്സ് അല്ലെങ്കിൽ 5 ആരോസ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുകയും അവർക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ കാമദേവൻ അവിടെ നിന്ന് ഓരോ ബാണങ്ങൾ നമ്മളിലേക്ക് അമ്പ് എയ്യും അല്ലെങ്കിൽ ആരോസ് നമ്മളിലേക്ക് എയിം ചെയ്യും. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് വേണ്ടാത്ത തലങ്ങളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൽ നിന്നുള്ള അപകടങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ മറ്റൊരു വ്യക്തിയോട് തോന്നുക, അത് പുരുഷന് സ്ത്രീ ആയാലും സ്ത്രീക്ക് പുരുഷനായാലും അവരോട് തമ്മിലുള്ളത് ഏത് പ്രായത്തിലെന്ന് പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റേജിലൂടെ ഇത് കടന്നു പോകും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ആദ്യത്തെ എഴുതി വച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ സ്പിരിച്വൽ ലാംഗ്വേജിലുള്ള കാര്യങ്ങളാണ്. അതായത് ഹർഷന, രോചന, മോഹന, ശോഷന, മരണ. ഇനി അതിനെ നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് ഇൻഫാക്ച്വേഷൻ, രണ്ടാമത്തത് അജിറ്റേഷൻ, മൂന്നാമത്തത് ഹാർട്ട് ബേണിംഗ്, നാലാമത്തത് എക്സ്ട്രീം ഡ്രൈനസ്, പിന്നെ അഞ്ചാമത്തത് ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു 5 തലത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഹർഷണ എന്ന് പറയുന്ന ആ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫാക്ച്വേഷനാണ്. അതായത് രണ്ട് പേര് തമ്മിൽ പ്രണയം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് എന്തോ ഒന്ന് തോന്നുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഫാൻറ്റസി വേൾഡിലേക്ക് ഇവരെ കൊണ്ടുവന്നങ്ങ് സ്ഥാപിക്കും. ആകാശത്തിൽ മേഘപാളികളിലൂടെയൊക്കെ ഇറങ്ങി വരുന്ന ഒരു മാലയക്കയെ പോലെയൊക്കെ നമ്മൾ അവരെ എക്സാജറേറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ എപ്പോഴും നമുക്ക് അവരുടെ ആ ഒരു ഫാൻറ്റസി വേൾഡിൽ അവരെ ഇങ്ങനെ ഓർത്ത് എന്തോ ഒരു വല്ലാത്ത ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു എനർജിയുടെ റൈസിങ് ഒക്കെ തോന്നി ആ ഒരു ലെവലിലേക്ക് നമ്മൾ അവരെ കൊണ്ട് പ്രതിഷ്ഠിക്കുക. ഇതെങ്ങനെയാണ് ഇൻഫാക്ച്വേഷൻ ട്രൂ ലെവലിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ അവരെ നമ്മൾ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് ഉയർത്തി നിർത്തുമ്പോൾ അവർക്കതാവാൻ കഴിയില്ല. കാരണം എല്ലാ വ്യക്തികളും യുണീക്കാണ്. നമ്മളുടെ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു രീതി അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടങ്ങൾ അതെല്ലാം അവരിലേക്ക് കൊടുത്ത് അവരെ ഒരു ഫാൻറ്റസി വേൾഡിൽ അങ്ങനെ വയ്ക്കുമ്പോൾ അവർക്കതൊന്നും ആവാൻ കഴിയില്ലെങ്കിൽ അത് ഒരു ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന ഒരു ഫൂളിഷ് ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പം അവരെ അവരായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇൻഫാക്ച്വേഷനിൽ നിന്ന് അതൊരു ട്രൂ ലവിലേക്ക് മാറുന്നത്.
അപ്പോൾ ആ ഒരു ലെവലാണ് ഈ പറയുന്ന ഹർഷണ. അതാണ് കാമദേവൻ ആദ്യം നിങ്ങളിലേക്ക് എയ്തു വീഴുന്ന ആ ഒരു അമ്പ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ എന്ന് പറയുന്നതാണ് രോചന. അവിടെ അജിറ്റേഷൻ. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇൻഫാക്ച്വേഷൻ്റെ ആ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് അവരെ കൊണ്ടങ്ങ് സ്ഥാപിക്കുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിനകത്ത് ആകെ ഒരു തമ്മിൽ ഒരു ഇടിമുഴക്കം പോലത്തെ ആ ഒരു കാര്യമാണ്. കാരണം എത്ര സമയമെടുത്ത് നമ്മൾ ആ ഒരു ഫാൻറ്റസി വേൾഡിലുള്ള ആളെയും ഈ പറയുന്ന റിയൽ ആളിനെയും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ രണ്ടും തമ്മിൽ മാച്ചിങ് വരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേണിസം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയുണ്ട്. അതൊന്നും നമ്മളുടെ ആ ഒരു മനസ്സിൽ മെനഞ്ഞുകൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിലേക്കൊന്നും എത്താതിരിക്കുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വോയിസ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിനൊക്കെ ഒരു മാറ്റം വരുന്ന രീതിയിൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ സ്ട്രഗിൾ ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഈ വ്യക്തി ആവുന്നില്ലല്ലോ, പക്ഷേ എൻ്റെ ആരൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നല്ലോ, എനിക്ക് വല്ലാത്ത ഒരു മായിക ലോകത്തിലേക്ക് ഞാൻ ഇവരെ കൊണ്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണല്ലോ, പിന്നെ എന്താണ് ഇവർ ആ ഒരു തലത്തിലേക്ക് ഉയരാത്തത് എന്നുള്ള ഒരു ഇന്നർ സ്ട്രഗിൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ് ഈ അജിറ്റേഷൻ അല്ലെങ്കിൽ രോചന എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആ ഒരു ലെവലിലേക്ക് കാമദേവൻ എയിം ചെയ്ത് വിടുന്ന മൂന്നാമത്തെ അമ്പാണ്, അതായത് മോഹന അല്ലെങ്കിൽ ഹാർട്ട് ബേണിംഗ്. അവിടെയാണ് നമുക്ക് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എല്ലാം അവരാണ്, അല്ല അവരെ നമുക്ക് അവരിലൂടെയാണ് നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാം ഫുൾഫില്ല് ചെയ്തെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരെ നമ്മളിലേക്ക് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിർത്തണം. വേറെ ആരെങ്കിലും നോക്കിയാൽ ചിലപ്പോൾ എന്നെക്കാട്ടിയും സൗന്ദര്യവും അല്ലെങ്കിൽ ആ ഒരു എനർജി വൈബും ഒക്കെ വളരെ മനോഹരമായിട്ട് തോന്നുന്ന മറ്റേതിലെങ്കിലേക്ക് അവരുടെ എനർജി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ തിരിഞ്ഞു പോയാൽ പിന്നെ എന്നെ വേണ്ടാതായി പോകും എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും അവരെ ഇങ്ങനെ നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ഒരവസ്ഥ. അങ്ങനെ നിർത്തുമ്പോൾ നമ്മളുടെ ആ ഒരു തലത്തിലേക്കൊന്നും അവർ ഉയർന്നു വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ കാര്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഡിസയർ എന്ന് പറയുന്നത് അവരെ ഒരു തലത്തിലേക്ക് ഉയർത്തി നിർത്തുന്നു, അവരെന്ന് പറയുന്നത് താഴത്തെ ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് തമ്മിലേക്ക് എത്തി വരാതാവുമ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഹൃദയത്തിന് കുത്തിവലിക്കുന്ന വേദന, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം നടക്കുന്നു. അപ്പോൾ നമ്മളുടെ ഫാൻറ്റസി വേൾഡും റിയാലിറ്റിയും തമ്മിൽ രണ്ട് തലത്തിൽ നിൽക്കുമ്പോൾ അവിടെ വരുന്ന ഒന്നാണ് മോഹന അല്ലെങ്കിൽ ഹാർട്ട് ബേണിംഗ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇനി അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത അവിടെ ബാണമൊന്നും വിടുന്നില്ല, ഈ 3 മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ അടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒന്നാണ് ശോഷണ അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈനെസ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്രഷൻ ലെവലിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ്. നമുക്ക് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ അവർ മറ്റാരെങ്കിലുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്നൊരു പൊസസീവ്നെസ്സും നമ്മളുടെ ആ ഒരു തലത്തിലേക്കൊന്നും അവർ നമ്മളിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ദേഷ്യവും, നമുക്ക് മറ്റുള്ളവരോടെല്ലാം ആ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അവരാരോടൊക്കെ സംസാരിക്കുന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നോ ഏത് രീതിയിലായാലും അവരോടെല്ലാം നമുക്ക് ദേഷ്യം, നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതെല്ലാമാണ് ഈ ശോഷണ അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈനെസ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ലെവലാണ് മരണ. അപ്പോഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ബ്രേക്കപ്പായി, അല്ലെങ്കിൽ ആ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് ഏകദേശം ഒരു എൻഡ് വന്ന് അത് ഏകദേശം തീർന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് മരണ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഡിപ്രഷൻ്റെ ആ ഒരു ലെവല്, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം തേടി നമ്മൾ ഇതിനെല്ലാം വിട്ടിട്ട് വേറെ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിനുമുള്ളതിനെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആരോടും ഒന്നും മിണ്ടാതെ ചിലപ്പം ജീവൻ തന്നെ ത്യജിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, എന്തേ എനിക്കിങ്ങനെ വന്നത്, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയതെന്താ, എന്തിനാ ഇവരെ കണ്ടത് എന്നൊക്കെയുള്ളൊരു 100,000 ചോദ്യങ്ങൾ നമ്മളിൽ തന്നെ ചോദിച്ച് നമ്മളിലേക്ക് നെഗറ്റിവിറ്റി ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് മരണ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്.
നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു അട്രാക്ഷൻ തോന്നുമ്പോൾ അത് സെക്ഷൽ അട്രാക്ഷനിലേക്ക് മാറിക്കൊണ്ട് പിന്നെ അതിൻ്റെ ഗ്രാഫ് താഴേക്ക് ഹർഷണ, രോചന, മോഹന, ശോഷണ, മരണ എന്ന് പറഞ്ഞ് താഴേക്ക് വരും. എന്നാൽ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഡിവൈൻ കൗണ്ടർ പാർട്സ്, ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അവർ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് പെയിൻ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഹാർഡ്ഷിപ്സ് അതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് അവരാദ്യം തുടങ്ങുന്നത് ഇതുപോലെയാണ്. എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടുക, അതിൻ്റെ ആത്മാവ് അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ എൻ്റെ ഡീപ്പ് ആയിട്ടുള്ള എന്തോ ഒരു ബന്ധം അവരുമായിട്ടുണ്ട് എന്നൊക്കെ തുടങ്ങി പിന്നെ അത് അവർക്ക് തമ്മിൽ പറ്റാത്ത രീതിയിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിപ്പോയി അതിന് 100,000 കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ യൂണിവേഴ്സ് തന്നെ അതൊരു കോക്രിയേറ്റ് ചെയ്തൊക്കെ വന്നതിന് ശേഷം അവർ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാഫ് വൈസ് വേഴ്സ മുകളിലേക്ക് വരും. അതായത് ഒരു മരണ എന്ന് പറയുന്ന യൂണിവേഴ്സിൻ്റെ ഒരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ആരെയും വേണ്ട, ഒരു റിലേഷൻഷിപ്പും വേണ്ട, കിട്ടിയതൊക്കെ മതി, അത് കഴിഞ്ഞ് ഇനി എല്ലാം യൂണിവേഴ്സിലേക്ക് തന്നെ എന്നെ തന്നെ അർപ്പിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്നോ എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ് എന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ഗൈഡ് ചെയ്യണമെന്ന് കരുതി നമ്മളിതെല്ലാം വിട്ടിട്ട് യൂണിവേഴ്സിലേക്ക് കണക്റ്റഡായി നിൽക്കുമ്പോൾ നമ്മൾ ഫിസിക്കൽ വേൾഡിലുള്ള എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആയിക്കൊണ്ട് നമ്മൾ മരണ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്ക് ഉയരും. അങ്ങനെ ഉയരുന്ന സമയത്ത് നമ്മൾ ഈ മുകളിൽ നിന്ന് താഴെ കൊണ്ടെല്ലാം ലോ വൈബ്രേഷൻ എനർജി ലെവലായിരുന്നുവെങ്കിൽ ഈ ഒരു പാത്തിലൂടെ സഞ്ചരിക്കുന്ന സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഹൈ വൈബ്രേഷൻ എനർജിയിൽ ആവുമ്പോൾ ഈ 5 ലെവൽ എന്ന് പറയുന്നത് ഒരു വൈസ് വേഴ്സ മാനറിൽ താഴെ നിന്ന് മുകളിലേക്കാണ് അവർക്ക് നോക്കിക്കാണാൻ സാധിക്കുക. ഏതൊരു വ്യക്തി നമ്മുടെ മുന്നിൽ എത്തുമ്പോഴും ആദ്യം അവർക്ക് തോന്നുന്നത് മരണം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് അവരോട് ഒന്നും തോന്നില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ഒരു മായാ വലയമാണ്, ഇതിനകത്തൊന്നും വലിയ കാര്യങ്ങളില്ല, ഇത് മനസ്സിന് തോന്നുന്ന ചില ചാബല്യമാണ്, ചേതനകളാണെന്നൊക്കെ കരുതി നമ്മൾ അവരോട് വളരെ കോൾഡ് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് തിരിച്ച് മുകളിലേക്ക് കയറുന്നതാണ് ശോഷണ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഹാർട്ടിന് അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രീം ഡ്രൈനെസ് ആണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇതൊന്നും അല്ല, നമുക്കിതിനോടൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, നമുക്കെല്ലാം യൂണിവേഴ്സാണ് എന്നുള്ള രീതിയിൽ ഈ ഫിസിക്കൽ വേൾഡിലെ എല്ലാത്തിനോടും ഡിറ്റാച്ച് ആയിക്കൊണ്ട് ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് അറ്റാച്ച് ആവുന്ന സമയത്ത് നമ്മൾ സമാധാനം തേടി പോകുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് മോഹന അല്ലെങ്കിൽ ഹാർട്ട് ബേണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഹാർട്ട് ബേണിംഗ് എന്ന് പറയുന്നത് എന്തിനോടാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ ഫോഴ്സസിനോടാണ് അല്ലെങ്കിൽ ഡിവൈൻ പവേഴ്സിനോടാണ്. എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാനും അത് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഈ പറയുന്ന ചാബല്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മോചനം നേടിക്കൊണ്ട് ആ ഒരു പവർ ഓഫ് ലൈറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് മോഹങ്ങളെല്ലാം ആരോടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് യൂണിവേഴ്സിനോടാണ്. അവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ രോചന എന്ന് പറയുന്ന ഒരു അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും. എവിടെ ഫാൻറ്റസി വേൾഡ് എന്ന് പറഞ്ഞാൽ ആ ഡിവൈൻ ഫോഴ്സസിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് വളരെ എക്സ്പാൻഷൻ കിട്ടിക്കൊണ്ട് നമ്മളുടെ ഈ ചക്രാസ് എല്ലാം ഓപ്പൺ ആയിക്കൊണ്ട് ബ്ലോക്കേജ് എല്ലാം മാറിക്കൊണ്ട് യൂണിവേഴ്സുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ ഒരു ദാഹം അല്ലെങ്കിൽ ഒരു കോളിംഗ് അല്ലെങ്കിൽ സോളിൻ്റെ ഒരു എർജ് എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കും. അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് എത്തുമ്പോൾ ഉള്ളതാണ് ഹർഷണ അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയായിട്ടുള്ള പരമാത്മാവിലേക്ക് ഞാൻ ചെന്നങ്ങ് ചേരുകയാണ്. അവിടെ ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു സെറ്റോറി അല്ലെങ്കിൽ ഒരു ബ്ലിസ് എന്ന് പറയുന്ന ഒന്നും ഇല്ല, ഒന്നും പറയാൻ പറ്റാത്ത, അനുഭവിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മളെ തന്നെ ഉയർത്തി നിർത്തുമ്പോൾ നമുക്ക് ഏതൊരു മനുഷ്യനെ കണ്ടാലും അവരോടെല്ലാം നമുക്ക് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ് തോന്നുന്നത്. ആര് മുന്നിൽ വന്നാലും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർ എന്ത് തരത്തിലുള്ള ആ ഒരു
എനർജി അല്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ മുന്നിൽ വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ സാധിക്കുന്ന നമ്മുടെ സൈക്കിക് എബിലിറ്റീസ് എല്ലാം ഓപ്പൺ ആവുക. അങ്ങനെയാണ് സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നവരുടെ എല്ലാം ഗ്രാഫ് താഴെ നിന്ന് മുകളിലേക്കും, ലോ വൈബ്രേഷൻ എനർജിയിൽ കാർമിക് ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഡീൽ ചെയ്യുന്ന ആളുകളുടെ ഗ്രാഫ് താഴേക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഡയറക്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കാമദേവനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക. അപ്പോൾ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുകയും ആ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്ന ആളുകൾക്കെല്ലാം ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ ആര് വന്നാലും, ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും ഇതുപോലെ നമ്മളുടെ മുന്നിൽ വന്ന് നമ്മളുടെ അടുത്ത് എന്ത് തരത്തിലുള്ള അടുപ്പം തോന്നുന്നു എന്ന് പറഞ്ഞാലും അവിടെ അദ്ദേഹത്തിൻ്റെ ക്യൂബിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ആരോസിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് നിങ്ങളിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഇമോഷൻസിനെ വളരെ താഴ്ത്തി വെച്ചുകൊണ്ട്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിനെ വളരെ ഉയർത്തി വെച്ചുകൊണ്ട്, നമ്മൾക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതല്ല ഈ മോളിൽ നിന്ന് താഴേക്ക് വരുന്നതാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ടുള്ള വലിയ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുകയും അവിടെ നിന്ന് ജീവിതത്തിൻ്റെ ആ ഒരു ലൈഫ് ലെസൺസ് കാർമിക് റിലേഷൻഷിപ്പിൽ നിന്ന് പഠിക്കുകയും പിന്നെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ വേണ്ടി ഒരുപാട് സമയം, ഒരുപാട് പ്രവൃത്തികൾ, പ്രോസസ്സിലൂടെയൊക്കെ കടന്നുപോയി കയറി വരാൻ ഒക്കെ നമ്മൾ അത്രയും കിടന്ന് പാടുപെടും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് കാമദേവനെ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് ആര് നിങ്ങളുടെ മുന്നിൽ വന്നാലും ഈ ഒരു തിരിച്ച് മുകളിലേക്കുള്ള ആ ഒരു രീതിയിലുള്ള എനർജി നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എല്ലാ ശക്തിയും അനുഗ്രഹവും തരണേന്ന് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക. യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും, മണി ആണെങ്കിലും, അബണ്ടൻസ് ആണെങ്കിലും, നമ്മളുടെ ബ്യൂട്ടി ആണെങ്കിലും, നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും, നമ്മളുടെ പോസിറ്റീവ് എനർജി ആണെങ്കിലും എല്ലാം നമുക്കിങ്ങനെ സപ്ലൈ ചെയ്യുന്ന ലൈഫ് ഫോഴ്സ് ആ ഒരു രീതിയിൽ ഒക്കെ നിൽക്കുന്ന യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മളുടെ എനർജി, നമ്മളുടെ സമാധാനം, നമ്മളുടെ സന്തോഷം ഒന്നും നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.